സമർപ്പണം കഴിഞ്ഞാണ് വിശ്രമം, ശ്രമമില്ലാത്ത അവസ്ഥ എന്ന് വെച്ചാൽ അവിടെ ദൈവകൃപ വേണമെങ്കിൽ നമ്മൾ അധ്വാനിക്കേണ്ട കാര്യമില്ല. അതിന് അഭിഷേകത്തിൻ്റെ ദൈവം പറയുന്ന വേറൊരു പേരാണ് വിശ്രമം. അതായത് വിശ്രമം എങ്ങനെ വരണമെന്നറിയാമോ? വിശ്വാസം മുതൽ വിശ്രമം വരെയാണ് ദൈവിക പുണ്യങ്ങളുടെ വളർച്ചാ ഘട്ടങ്ങളെന്ന് പറയുന്നത്. വിശ്വാസം, അത് കഴിഞ്ഞാൽ എന്താണ്? പ്രത്യാശ, പിന്നെ എന്താണ്? ദൈവസ്നേഹം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും എല്ലാം ലോഞ്ച് ചെയ്യണത് ഈ ഒരു മോഡിലാണ് ലോഞ്ച് ചെയ്യണത്. പക്ഷേ ചില വിഷയങ്ങൾ ദൈവസ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ചില കാര്യങ്ങൾ ദൈവം മനഃപൂർവ്വം നമുക്ക് ചെയ്തു തരത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃപയാണ്. കൃപ ഇപ്പോൾ വിശ്വാസവും പ്രത്യാശ സ്നേഹവും നമുക്ക് ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സിന് വരെ ഉപയോഗിക്കാം. പക്ഷെ കൃപയിലേക്ക് മാറ്റുമ്പോൾ അത് നമ്മൾക്ക് വിശ്വസിച്ചും പ്രാർത്ഥിച്ചും മാറ്റാൻ പറ്റത്തില്ല, പ്രത്യാശിച്ചും പ്രാർത്ഥിച്ചും മാറ്റാൻ പറ്റത്തില്ല, സ്നേഹിച്ചും പ്രാർത്ഥിച്ചും മാറ്റാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ക്രിസ്തു തന്നെ പറഞ്ഞില്ലേ, അതുകൊണ്ട് സാധ്യമെങ്കിൽ പിതാവേ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറ്റെന്ന് പറഞ്ഞാൽ എന്താണ്? സമർപ്പണമാണ്. അപ്പോഴേ സമർപ്പണം ഇപ്പോൾ കൃപയുടെ വളർച്ചയിലേക്ക് വരുമ്പോൾ വിശ്വാസം പ്രത്യാശ സ്നേഹം കഴിഞ്ഞാൽ പിന്നെ വരണത് സമർപ്പണമാണ്.